ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് ബി ടി സിയുടെ ഗോൾഡിൻ്റെ അനലൈസിംഗ് ആണ്. XAI USD ആൻഡ് BTC USDT ആണ് നോക്കാണ്ട് പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഒരു വ്യൂ ആണ് പറയാണ്ട് പോകുന്നത്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സിൻ്റെ ഒരു അനലൈസിംഗ് ആണ് പറയാണ്ട് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള സ്ട്രാറ്റജീസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിലെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ കോൺടാക്ട് കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കാര്യം ജോയിൻ ചെയ്യാണ്ട് താഴ്ത്തി ഞാൻ എന്ത് ചെയ്യുക ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഗോൾഡിൻ്റെ എൻട്രി നോക്കാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിക്ക് ബുള്ളിഷ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബൈയും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ബൈ എൻട്രീസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്കറിയാം മാർക്കറ്റ് കഴിഞ്ഞ വീക്ക് ക്ലോസ് ആയിട്ടുള്ളത് 33.26 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അറൗണ്ട് 33.59 ലെവൽ വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, 57 വരെ പോയിട്ടുണ്ട്. അത്രയും മാർക്കറ്റ് ഹൈ പോയിട്ടുണ്ട് ഗോൾഡ്. പിന്നെ മാർക്കറ്റ് എന്ത് കുറച്ച് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട് സെല്ല് വരാൻ ചാൻസ് ഉണ്ട്, എന്തായാലും ഇത്രയും ബുള്ളിഷ് പോയതല്ലേ, സെല്ല് വരില്ല ചോദിക്കാറുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് പോയെന്ന് കരുതിയിട്ടൊരു ക്രാഷ് വരണമെന്ന് യാതൊരു ചാൻസും അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരിക്കലും ഇപ്പം ഇത്ര കയറി എന്ന് വിചാരിച്ച് ഇത്ര ബുള്ളിഷ് വന്നു വെച്ചാൽ ഇത്ര ഡൗൺ സൈഡ് വരണമെന്നോ അല്ലെങ്കിൽ ഇത്ര ബുള്ളിഷ് പോയിട്ട് നല്ലൊരു ക്രാഷ് വരണമെന്നോ യാതൊരു ഉറപ്പ് കാരണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഏതാണോ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യപ്പെടുന്നത്, വീണ്ടും ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ പറയുന്നത് നമ്മൾ മാർക്കറ്റിലെ ക്യാൻഡിൽസ് നോക്കിയിട്ട് എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ പറയാണ്ടി പോകുന്നത്. ഓക്കെ, സോ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ സെല്ല് പിന്നെ ഇവിടുന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല മാർക്കറ്റിൽ. ഓക്കെ, ഗോൾഡിൽ ഇനി കൂടുതൽ സെല്ല് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒരു സെൽ എൻട്രി കണ്ടു വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആ ഒരു സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ടാർഗറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, ഞാൻ പറയുന്നത് കൂടുതൽ ഡൗൺ സൈഡ് ഞാൻ മാർക്കറ്റിൽ കാണുന്നില്ല ഗോൾഡിൽ. അപ്പോൾ നമ്മൾ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ അത്രയും ബുള്ളിഷാണ്. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് അത്രയും ബുള്ളിഷ് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വീക്കിലി നോക്കുകയാണെങ്കിൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ട്രേഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ സെൽ എൻട്രി നോക്കി, ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽസാണ് നോക്കിയിട്ടുള്ളത്. സെൽ എൻട്രി നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ. ഓക്കെ, ഞാനിപ്പോൾ ഫോർവർക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിട്ടസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് സെൽ എൻട്രി എടുക്കുന്നവർക്ക് എന്ത് ചെയ്യും, ഇവിടെ സെല്ല് കൺഫർമേഷൻ ഇവിടെ തന്നിട്ട് ചെറിയൊരു സെല്ലിൻ്റെ കൺഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡെയിലി ക്യാൻഡിൽ എന്തായിട്ട് നമുക്ക് റെഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് ഡൗൺ സൈഡ് ഈ ഒരു ലെവലിലൊക്കെ ഡൗൺ സൈഡ് ചാൻസ് കാണുന്നുള്ളൂ കേട്ടോ. ഓക്കെ, കൂടുതൽ നിങ്ങളൊരു ക്രാഷോ വലിയൊരു ഡൗൺ സൈഡോ അങ്ങനൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പോൾ കുറേ പേര് എനിക്ക് ചോദിച്ചത്, കുറേ പേരല്ല കുറച്ച് പേര് ചോദിച്ചായിരുന്നു, അതായത് അവർ സെൽ എൻട്രി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനി ഹോൾഡ് ചെയ്യണോ, ക്രാഷ് വരും, അങ്ങനെയൊന്നും ഒരിക്കലും ട്രേഡ് എടുക്കാനേ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ അത്ര ഡൗൺ സൈഡ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഗോൾഡ് സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇപ്പം നിങ്ങൾ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ട്രേഡ് നോക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് വീണ്ടും ബുള്ളിഷോട്ട് പോകാൻ ചാൻസ് ഹൈ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെൽ എൻട്രി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബൈ എൻട്രി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെൽ എൻട്രി ഫോക്കസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഫ്ലാറ്റ് മാർക്കറ്റ്, അത് ഈ ഒരു പ്രൈസിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ലൈൻ നോക്കുക. ഓക്കെ, 33.29. ഓക്കെ, 33.29 പറഞ്ഞൊരു സെല്ലിംഗ് ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു ക്യാനിൽ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ നോക്കുക. ഓക്കെ, 4 അവർ ക്യാനിലോ അല്ലെങ്കിൽ 1 അവർ ക്യാനിലോ നോക്കുക. ഓക്കെ, ഈ 1 അവർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ക്യാനിൽ ഈ ഒരു ലൈന് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും സെൽ എൻട്രി നോക്കേണ്ടതായിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ബൈയിലോട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ 50 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ട്രെൻഡ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ 4 അവറിൽ എടുത്തിട്ട് എന്ത് ചെയ്യും, ട്രെൻഡ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടേക്കും സെൽ കൺഫർമേഷൻ കിട്ടി ഇവിടുന്ന്, നമുക്ക് എന്ത് ചെയ്യുക, ഇനി 5 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം സെൽ ട്രേഡ്സ് തന്നെ എടുക്കുക. ഓക്കെ, മാക്സിമം ബൈയിങ് എൻട്രീസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് എൻ്റെ ഒരു മെത്തഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ട്രെൻഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു 4 അവറിൽ ഒരു സെല്ലിംഗ് കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ നോക്കി വെക്കുക, 33.29 കേട്ടോ. അപ്പോൾ ഈ 33.29 ഈ ക്യാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നാളെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട് നോക്കുക. ബ്രേക്ക് ഔട്ട് ആവാതെ റിജക്ഷൻ ക്ലോസ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെയാണ്, ഇതിന് ബ്രേക്ക് ഔട്ട് സംഭവിക്കും എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന മാർക്കറ്റിന് എക്സിറ്റ് ആവുക. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രേഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ട്രേഡ് സെല്ല് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സെൽ എൻട്രി കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലെവൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ലെവലൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 32 അത്രയും ഹോൾഡ് ചെയ്യുന്നവർക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ
ഇവിടെ നിന്ന് എൻട്രി കിട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രോഫിറ്റിലോട്ട് റണ്ണിങ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്റ്റോപ്പ് ലോസ് എൻട്രിയിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ബൈ എൻട്രി നോക്കണമെങ്കിൽ ഒരു ബൈ എൻട്രി ഇവിടെ നിന്നൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് അഥവാ അത് ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രഡീഷണൽ ക്ലോസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എൻ്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് വീണ്ടും പുള്ളിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഈ ഒരു ലെവലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ബൈ എൻട്രി നോക്കാവുന്നതാണ്. 32, 45, 46 ലെവലൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗോൾഡിൻ്റെ എൻട്രി. നമുക്ക് എന്ത് ചെയ്യാം, BTC USD നോക്കാം. ഇനിയിപ്പോൾ ഡൗട്ട് കാണൊക്കെ എന്നെ ഞാൻ കമ്മ്യൂണിറ്റി ചാനൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് നോക്കാണ്ട് പോകുന്നത് BTC അനലൈസിങ് ആണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പേര് ചോദിക്കാറുണ്ട് BTC ബൈ എൻട്രി എടുക്കാറായിട്ടുണ്ടോ, പുള്ളിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ, അത് വീണ്ടും ഡൗൺ സൈഡ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് വ്യൂ പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു ബ്രേക്കൗട്ടും കാണൊക്കെ നോക്കിയിട്ടുള്ളൊരു വ്യൂ പറഞ്ഞുതരാം. ഓക്കെ, മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തായിട്ടുണ്ട്, ബുള്ളിഷ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡെയിലി ക്യാൻഡിൽസ് ഞാനൊരു ട്രെൻഡ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ലൈൻ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ലൈന്, ഓക്കെ ഈ ഒരു ലൈന്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ക്യാൻഡിൽ നോക്കുക. ഇവിടെ ട്രെൻഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ട്രെൻഡ് കറക്റ്റ് നമ്മൾ വരക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബ്രേക്കൗട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള ട്രേഡ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ കറക്റ്റ് വരക്കണം, നമ്മൾ വരക്കുന്ന ട്രെൻഡ് കറക്റ്റാന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം ഞാൻ ഈ ലെവലിൽ ഒരു ട്രെൻഡ് വരക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഒരു ട്രേഡ് ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം മാർക്കറ്റിലൂടെ രജിസ്ട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെൻഡ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഡെയിലി ക്യാൻഡിൽ ഞാൻ ട്രെൻഡ് വരച്ചിട്ടുണ്ട്. സോ ആ ട്രെൻഡാക്കി എന്തായിട്ടുണ്ട്, ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ട്രെൻഡ് ഒരുപാട് പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ എന്ത് ബ്രേക്കൗട്ട് സംഭവിച്ചു, റീടെസ്റ്റ് വന്നു. മാർക്കറ്റ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് മാർക്ക്, ഒരു സൈഡ് വേണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ബുള്ളിഷോട്ട് പോകാൻ ചാൻസ് ആണ് ഞാൻ കാണുന്നത്. BTC ബുള്ളിഷോട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ലൈന് ഓക്കെ 86,000 വീക്കിലി ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ ഞാൻ ഡെയിലി ക്യാൻഡിൽ പറഞ്ഞുതരാം. സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ, ഇത് ഓരോ ദിവസത്തെ ക്യാൻഡിൽസ് ആണിത്. ഓക്കെ, അപ്പം ഈ ഓരോ ദിവസത്തെ ക്യാൻഡിൽസ് വന്നിട്ട് ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 86,160 ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റ് വീണ്ടും നല്ല ബുള്ളിഷ് പോകാൻ ചാൻസ് ഉണ്ട്. മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ ലെവലിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം 98,000, 95,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് BTCയിലൊക്കെ സ്പോട്ടിലൊക്കെ ട്രേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ BTC ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുള്ള ചാൻസസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അഥവാ നിങ്ങളിപ്പോൾ ഒരു 1 lakh എടുത്തിട്ട് BTCയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് പോയിട്ട് 1 lakh ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ട് 10,000 വെച്ചിട്ട് മേടിക്കുക. പിന്നെ മാർക്കറ്റ് വീണ്ടും കുറച്ച് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ 10,000 മേടിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു സ്പ്ലിറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഒറ്റയടിക്ക് പോയിട്ട് 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലത്, ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ, ഞാനിപ്പോൾ SIP ആണ് ചെയ്യുന്നത്. ഡെയിലി ഒരു നിശ്ചയ എമൗണ്ട് വെച്ചിട്ട് ഞാൻ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് BTCയുടെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ബ്രേക്കൗട്ട് സംഭവിച്ചു. എൻ്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 95,000 എന്തായാലും ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അനലൈസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഓക്കെ, ആ ഒരു വ്യൂ ആണ് ഞാൻ എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് വീക്കിലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിവിടെ ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ സെൽ എൻട്രി നോക്കരുത്. ഓക്കെ, ഇത് ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സെൽ എൻട്രി നോക്കരുത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നോക്കുക. ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് എന്ത് ചെയ്യുക, ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് വീഡിയോ ഞാനൊരു അനലൈസിങ് കാണൽ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വേണമെങ്കിൽ ട്രേഡിംഗ് കണ്ടൻസ് ഒക്കെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് ഡൗട്ടൊക്കെ താഴത്ത് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാണലൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.